നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു മൊബൈലിൽ എങ്ങനെ ഒരു C++ കമ്പൈലർ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളതാണ്. ആദ്യം നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. ഇവിടെ C++ കമ്പൈലർ എന്ന് ടൈപ്പ് ചെയ്യുക. ഒത്തിരി കമ്പൈലേഴ്സ് ഇന്ന് നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾക്ക് ആവശ്യം ഒരു ഫ്രീ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ മൂന്നാമത്തെ ഓപ്ഷനായ കോഡിംഗ് C++, ഇത് ഓഫ്ലൈൻ C++ ലാംഗ്വേജ് കമ്പൈലർ എന്നും പറഞ്ഞ് ഒരു ഓപ്ഷനുണ്ട്. അത് സെലക്ട് ചെയ്യുക, ഇൻസ്റ്റാൾ ബട്ടനെ ക്ലിക്ക് ചെയ്യുക. അത്യാവശ്യം വലിയ ഒരു കുഴപ്പമില്ലാത്ത കുറച്ച് പരസ്യങ്ങൾ ഏതാണെങ്കിലും ഫ്രീ ആയിട്ടുള്ള ഏത് സോഫ്റ്റ്വെയറിനും ഉണ്ട്. ആ ഒരു പ്രശ്നം ഒഴിവാക്കിയാൽ വലിയ കുഴപ്പമില്ലാത്ത ഒരു കമ്പൈലറാണ് ഇത്. അപ്പം നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇൻസ്റ്റലേഷൻ കഴിഞ്ഞു, ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഓൾറെഡി ഒരു ഫയൽ ക്രിയേറ്റഡ് ആണ്. അതായത് ഡീഫോൾട്ടായിട്ട് തന്നെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്താണ് വന്നേക്കുന്നത്. ഇതിൻ്റെ വശത്ത് മുകളിലായിട്ട് രണ്ട് മെനു ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് റൺ എന്ന് പറയുന്നതാണ്, രണ്ടാമത്തെ മെനു എന്ന് പറയുന്നതാണ്. അപ്പോൾ ഓൾറെഡി നമുക്ക് ഈ ഫയലൊന്ന് റൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. റൺ ബട്ടനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കമ്പൈൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കമ്പൈൽ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഔട്ട്പുട്ട് അവിടെ വന്നതായിട്ട് കാണാൻ പറ്റും. ഹലോ വേൾഡ് എന്നുള്ള ഔട്ട്പുട്ട് അവിടെ വന്നതായിട്ട് കാണാൻ പറ്റും. ഇനി ആ സ്ക്രീനിൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കീബോർഡ് വരും. അപ്പോൾ എൻ്റർ ബട്ടനെ ക്ലിക്ക് ചെയ്താൽ തിരിച്ച് നിങ്ങൾക്ക് പ്രോഗ്രാം സോഴ്സ് കോഡിൻ്റെ വിൻഡോയിലേക്ക് പോകാൻ സാധിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ മെനുകളൊന്ന് പരിചയപ്പെടാം. മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോർമാറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഓപ്പൺ എന്ന് പറയുന്നുണ്ട്, സേവ് ഉണ്ട്, റീസെറ്റ് ഉണ്ട്, സെറ്റിംഗ് ഉണ്ട്, എബൌട്ട് ഉണ്ട്. അതിൽ നമുക്ക് സേവ് ചെയ്യാൻ ഉള്ള ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ സേവ് ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കും നമ്മുടെ മൊബൈലിൻ്റെ ഇൻറ്റേർണൽ ഡ്രൈവിലേക്ക് കോഡിംഗ് C++ എന്ന് പറയുന്ന ആ ആപ്പ് ആക്സസ് ചെയ്യാനുള്ള അനുവാദമാണ് ചോദിക്കുന്നത്. അപ്പോൾ അലോ ബട്ടനെ ക്ലിക്ക് ചെയ്യുക. ഇനിയും നമുക്ക് ഇഷ്ടമുള്ള ഒരു പേരിൽ അവിടെ സേവ് ചെയ്യാം. അപ്പോൾ ആദ്യം അവിടെ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കുക. 1.cpp എന്ന് എന്തെങ്കിലും കൊടുത്തിട്ട് അവിടെ ഡൗൺലോഡിനകത്ത് കോഡിംഗ് C++ എന്ന് പറയുന്ന ഫോൾഡറിനകത്താണ് ഇത് സേവ് ആകുന്നത്. ഇനി നമുക്ക് ഇവിടെ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ ഫോണ്ടിൻ്റെ സൈസൊക്കെ എടുക്കാൻ സാധിക്കും. നോർമൽ ഇത് ബിഗ് കൊടുത്താൽ കുറച്ചും കൂടെ വലുത്, ടൈനി കൊടുത്താൽ ചെറുതാക്കാം. അപ്പം നമ്മളുടെ കാഴ്ചശക്തിയുടെ ഇതനുസരിച്ച് ഫോണ്ടിൻ്റെ സൈസ് നമ്മൾ കൊടുക്കുക. ബാക്ക് ബട്ടൺ കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ വലുതായിട്ട് ഇപ്പം വരുന്ന കാണാൻ സാധിക്കും. സെറ്റിങ്സിൽ ഈ ഒരു ഓപ്ഷനാണുള്ളത്. ബിഗ് എന്നുള്ളത് നോർമലാക്കുക അല്ലെങ്കിൽ സ്മോൾ ആക്കുക. ഈ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. അപ്പം ഒരു നോർമൽ C++ പ്രോഗ്രാം ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ് കോഡിംഗ് C++ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു C++ IDE കമ്പൈലറിനെ ഒന്ന് സെർച്ച് ചെയ്യാം. അത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ C++ കമ്പൈലർ ഫോർ ആൻഡ്രോയിഡ് എന്ന് ടൈപ്പ് ചെയ്യാം. അതിൽ ലാഫിംഗ് സർ എന്ന് പറയുന്ന കമ്പൈലർ IDE aptod.com എന്ന് പറയുന്ന സൈറ്റിലാണ് ഈ കമ്പൈലർ ഉള്ളത്. ഇതിപ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല. പക്ഷേ നല്ലൊരു C++ കമ്പൈലറാണ്. അതുകൊണ്ടാണ് ഈ ഒരു കമ്പൈലർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറയും. അപ്പോൾ ഇതൊരു വേറെ ഒരു C++ കമ്പൈലറാണ്. ഇവിടെ ചെല്ലുക, ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ കമ്പൈലർ IDE .apk ഡൗൺലോഡ്സിലേക്ക് സേവ് ചെയ്യുക. ഡൗൺലോഡ് എനിവേ. അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് വരും. ഡൗൺലോഡ് എനിവേ ക്ലിക്ക് ചെയ്യുക. ആ ഫയൽ ഡൗൺലോഡായി ഓപ്പൺ കൊടുക്കുക.
അപ്പം നമ്മളോട് ചോദിക്കുന്ന ആപ്റ്റിയോഡ് എന്ന് പറയുന്ന ഇത് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുള്ളതാണ്. അത് ഇൻസ്റ്റാൾ ചെയ്യണം, എങ്കിൽ മാത്രമേ ഇപ്പോൾ ഈ ഒരു C++ കമ്പൈലർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതൊരു പ്ലേ സ്റ്റോറാണ്. ഓപ്പൺ കൊടുക്കുക. അപ്പം നമ്മളോട് ഈ ഒരു C++ കമ്പൈലർ അവിടെ ചോദിക്കുകയാണ്, ഇൻസ്റ്റാൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം ഫോണിൻ്റെ സ്റ്റോറേജ് ആക്സസ് ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും നമ്മളോട് ചോദിക്കും, വീണ്ടും ഹലോ കൊടുക്കുക. ഇപ്പോൾ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റലേഷന് ഈ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇൻസ്റ്റലേഷൻ ആയി വരും. അപ്പോൾ ഏകദേശം ഇൻസ്റ്റലേഷൻ തീരാറായി. ഇൻസ്റ്റലേഷൻ്റെ ഡൗൺലോഡിങ് തീരാറായിട്ടുണ്ട്. ഇനി നമ്മളോട് ഇങ്ങനെ പറയുന്നുണ്ട്, തേർഡ് പാർട്ടി ആയതുകൊണ്ട് ഇതിനെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുക, സെറ്റിംഗ് എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ അലോ ഫ്രം ദിസ് സോഴ്സ് എന്ന് കൊടുത്തിട്ട് ബാക്ക് അടിക്കുക. എന്നിട്ട് ഇൻസ്റ്റാൾ കൊടുക്കുക. നമ്മൾ തിരിച്ച് നമ്മുടെ വിൻഡോയിലേക്ക് വരിക. ഇപ്പോൾ നമ്മുടെ C++ കമ്പൈലർ ഇപ്പോൾ ഇൻസ്റ്റാൾ ആയെന്ന് നമുക്ക് കാണാം. ഓപ്പൺ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു ഫയൽ കിടപ്പുണ്ട്. അത് കമ്പൈൽ ചെയ്യാൻ കമ്പൈൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സക്സസ്ഫുള്ളി കമ്പൈൽഡ്. ഇനി അതിൻ്റെ ഔട്ട്പുട്ട് കാണണമെങ്കിൽ ഈ താഴെയുള്ള റൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഔട്ട്പുട്ട് കാണാൻ പറ്റും. ഇനി തിരിച്ച് പ്രോഗ്രാം വിൻഡോയിൽ പോകണമെങ്കിൽ ഈ റിട്ടേൺ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഈ റണ്ണിൻ്റെ അവിടെ ഒരു 5 ഡോട്ടുണ്ട്, അതേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് C എക്സാമ്പിൾസ് അല്ലെ C++ പ്രോഗ്രാംസ് എക്സാമ്പിൾസ് ഒക്കെ കാണാൻ പറ്റും. സേവ് ആസ് എന്ന് പറയുന്ന ഓപ്ഷൻ വെച്ച് നമുക്ക് സേവ് ചെയ്യാനൊക്കെ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കമ്പൈലറും നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി അപ്പോൾ എക്സിറ്റ് അടിക്കണമെങ്കിൽ ഈ 5 ഡോട്ടെ ക്ലിക്ക് ചെയ്താൽ അവിടെ എക്സിറ്റ് എന്ന് പറയുന്ന ബട്ടണുണ്ട്, എക്സിറ്റ് അടിക്കുക. ഇനി നമുക്ക് ആപ്റ്റിയോഡ് എന്ന് പറയുന്ന ഈ പ്ലേ സ്റ്റോർ നമുക്കിനി ആവശ്യമില്ലെങ്കിൽ പുറത്ത് വരിക. ഈ ആപ്റ്റിയോഡിൻ്റെ ഐക്കണെ ക്ലിക്ക് ചെയ്യുക. അതിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മെനു വരും. അതിൽ അൺഇൻസ്റ്റാൾ കൊടുക്കുക. ഇനി നമുക്ക് നോക്കാം ഇവിടെ ഈ കമ്പൈലർ ഉണ്ടോ ഇല്ലോ. ഓക്കെ, അപ്പോൾ കമ്പൈലറുണ്ട്. അതിന് ഇൻസ്റ്റാൾ ചെയ്യാൻ ആപ്റ്റിയോഡ് ഇത് കഴിഞ്ഞിട്ട് ആപ്റ്റിയോഡ് അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിയാം. ഈ ഒരു ഇത് വെച്ച് നമുക്ക് C++ പ്രോഗ്രാംസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.